നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ഡ്രൈവർ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് സംശയാസ്പദമായ ഒരു വാക്കിൽ. സാധാരണഗതിയിൽ പാസ്പോർട്ടുകൾ നിർമ്മിക്കുന്ന ഗുണനിലവാരമുള്ള മെറ്റീരിയൽ കൊണ്ടല്ല ഈ യാത്രക്കാരൻ്റെ പാസ്പോർട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായതോടെ സംശയം തോന്നി. പരിശോധിച്ചപ്പോൾ പാസ്പോർട്ടിലെ സീലുകൾ വ്യാജമാണെന്ന് സംശയിച്ചു. വ്യാജ UAE പാസ്പോർട്ടുമായി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രവാസി യുവാവ് കുടുങ്ങി. ബഹ്റൈനിലെ ഒരു ക്ലീനിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു പാകിസ്ഥാൻ പൗരനായ ഈ യാത്രക്കാരൻ. വ്യാജ പാസ്പോർട്ടുമായി UAEയിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിക്കവെയാണ് ഇയാൾ പിടിയിലായത്. വ്യാജരേഖ ചമച്ചതിന് കുറ്റം ചുമത്തി ഇയാളെ കഴിഞ്ഞ ദിവസം ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതിയിൽ ഹാജരാക്കി. 38 വയസ്സുകാരനായ യുവാവ് UAE പൗരനാണെന്നാണ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ ഇയാളുടെ പാസ്പോർട്ടിന്റെ മെറ്റീരിയൽ അത്ര നിലവാരമുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ കസ്റ്റംസ് ഓഫീസർക്ക് സംശയം തോന്നി. ഇതിനു പുറമെ സംസാരിച്ചപ്പോൾ സാധാരണ എമിറാത്തികൾ ഉപയോഗിക്കാത്ത ഒരു വാക്ക് ഇയാളുടെ വായിൽ നിന്ന് പുറത്തു വന്നതോടെ കള്ള പാസ്പോർട്ടാണ് എന്ന ഉദ്യോഗസ്ഥന്റെ സംശയം ബലപ്പെട്ടു. യുവാവിനെ പരിശോധിച്ച ബഹ്റൈൻ കസ്റ്റംസിലെ ഓഫീസറുടെ മൊഴി പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ കൗണ്ടറിലെത്തിയ യുവാവ് തന്നെ സമീപിച്ച് എമിറാത്തി പാസ്പോർട്ട് കൈമാറി. എന്നാൽ സാധാരണഗതിയിൽ പാസ്പോർട്ടുകൾ നിർമ്മിക്കുന്ന ഗുണനിലവാരമുള്ള മെറ്റീരിയൽ കൊണ്ടല്ല ഇയാളുടെ പാസ്പോർട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായതോടെ സംശയം വർദ്ധിച്ചു. പരിശോധിച്ചപ്പോൾ പാസ്പോർട്ടിലെ സീലുകളും എല്ലാം വ്യാജം തന്നെ. ഇതോടെ നിങ്ങൾ എമിറാത്തി ആണോ എന്ന് കസ്റ്റംസ് ഓഫീസർ യുവാവിനോട് ചോദിച്ചു. ഇതിന് മറുപടിയായി യാ റാജിൽ, പുരുഷൻ എന്നാണ് അർത്ഥം, ആ ഒരു വാക്കാണ് പറഞ്ഞത്. യാ റാജിൽ എന്ന് വിളിച്ചാണ് ഇയാൾ സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ എമിറാത്തികൾ പൊതുവെ യാ റാജിൽ എന്ന് പറയാറില്ല. പകരം സാധാരണയായി മറ്റൊരു വാക്കാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് അറിയാമായിരുന്ന ഉദ്യോഗസ്ഥന് ഇതോടെ സംശയം ഏതാണ്ട് ഉറപ്പായി. തുടർന്ന് വിശദ പരിശോധനയിൽ പാസ്പോർട്ട് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിന്റെ വിചാരണ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രതി പാകിസ്ഥാൻ പൗരനാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.